പ്രധാനമായും കോമഡി കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സുരാജ് വെഞ്ഞാറ് മുന്നേ ഭാസ്കരന്റെ കഥാപാത്രം ഏൽപ്പിക്കുന്നു. പിന്നെ എന്നാത്താൻ കേസുകളിൽ കുഞ്ചാക്കോ ബോബനെ കൊണ്ടുവരുന്നു. അപ്പൊ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഈ ആക്ടേഴ്സ് ഒക്കെ വളരെ യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതാണ്. സുരാജ് സംഭവിച്ചത് ആദ്യം സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അലൻസിയർ ആയിരുന്നു. സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അലൻസിയറും സൗബിനുമായിരുന്നു, അച്ഛനും മകനും. അപ്പോൾ ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും ചിലവർക്ക് മനസ്സിലാവും ഇത് അലൻസിയറാണല്ലോ, അലൻസിയറിൻ്റെ ലാംഗ്വേജ് ആണല്ലോ. അപ്പോൾ അലൻസിയറിനെ മനസ്സിൽ കണ്ട് എഴുതിയ സ്ക്രിപ്റ്റ് ആയിരുന്നു അത്. അപ്പോൾ വായിക്കുമ്പോൾ അലൻസിയർ സംസാരിക്കുന്ന പോലെ തോന്നും. അത് ആക്ടറിനെ മനസ്സിൽ കണ്ട് എഴുതുന്നുണ്ട്. ഇപ്പോൾ ലാലേട്ടനെ മനസ്സിൽ കണ്ട് എഴുതിയാൽ പിന്നെ നമ്മൾ അങ്ങനെയല്ലേ എഴുതും. അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ലാലേട്ടൻ്റെ ഡയലോഗാണെന്ന്. അങ്ങനെ പക്ഷെ ആ സമയത്ത് പുള്ളിയെ കാസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പ്രൊഡ്യൂസറാണ് പറയുന്നത് സുരാജിനെ പോയി കണ്ടു നോക്കുമ്പോൾ സുരാജാണെങ്കിൽ എൻ്റെ പ്രായം ആ സമയത്ത് ഒരേ പ്രായക്കാരൻ. അപ്പോൾ അവതരിപ്പിക്കേണ്ടത് അച്ഛൻ്റെ പ്രായവും. അപ്പോൾ എനിക്ക് അതിൽ ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. സുരാജിനോട് പോയി പറഞ്ഞപ്പോൾ സുരാജ് എക്സൈറ്റഡ് ആയി. അപ്പോൾ ഈ ആക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുക എന്നുള്ള ആദ്യത്തെ ഇതെന്ന് പറഞ്ഞാൽ അവർ എക്സൈറ്റഡ് ആവുന്നുണ്ടെങ്കിലാണ് മാത്രമാണ് നമുക്ക് അവരെ ചെയ്യാൻ പറ്റുക. സുരാജത്തിന് ഇങ്ങനെ പ്രൊഡ്യൂസറുടെ ഒരു സജഷനായിരുന്നു. സജഷൻ പ്രൊഡ്യൂസർ കേട്ടപ്പോൾ എനിക്ക് ഓക്കെ ആണെന്ന് തോന്നി. പോയി പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. പുള്ളി അതിന് ഏത് ലുക്കിനും ഏതിനും തയ്യാറായിരുന്നു ആ സമയത്ത്. അപ്പോൾ പിന്നെ വേറൊരാളെ നോക്കേണ്ട ആവശ്യമില്ല. കുഞ്ചാക്കോവിൻ്റെ കേസ് എന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് കുഞ്ഞപ്പം കഴിഞ്ഞപ്പോൾ മുതൽ നമ്മൾ സംസാരിക്കുന്നുണ്ട് ഒരു സിനിമയാണെന്നുള്ളത്. അപ്പോൾ എന്നാത്താൻ കേസ് വിടുന്നുള്ള കഥ പോയി പറഞ്ഞു കുഞ്ചാക്കോവിനോട്. കുഞ്ചാക്കോവിന് കഥ ഇഷ്ടപ്പെട്ടു. കഥ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ സ്ക്രിപ്റ്റ് എഴുതുന്നത്. അതിനുശേഷമാണ് കോവിഡ് വന്നതും സ്ക്രിപ്റ്റ് എഴുതുന്നതൊക്കെ. സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞിട്ടാണ് പുള്ളിയെടുത്ത് പോകുന്നത്. അപ്പോൾ സ്ക്രിപ്റ്റ് എഴുതി കഴിയുമ്പോഴേക്കും നമുക്ക് ഏകദേശം ക്യാരക്ടറിൻ്റെ ഒരു രൂപം എങ്ങനെയായിരിക്കണം എന്നറിഞ്ഞല്ലോ. അപ്പോൾ ക്യാരക്ടർ ചാക്കോച്ചൻ, നമ്മൾ ടിപ്പിക്കലായി കാണുന്ന ചാക്കോച്ചൻ അല്ല അതിൽ രാജീവ് എന്ന് നമുക്ക് ഏകദേശം വായിച്ചു കഴിയുമ്പോൾ തന്നെ അതിൽ രാജേഷ് മാധവനെ പോലുള്ള ഒരു വ്യക്തിയൊക്കെയാണ് നമ്മൾ മൈൻഡിൽ കണ്ടിട്ട് എഴുതുന്നത്. അപ്പോൾ അത് ചാക്കോച്ചനോട് പോയി പറഞ്ഞു അതിൻ്റെ ലുക്ക് ഇങ്ങനെ മാറ്റണം. അപ്പോൾ ചാക്കോച്ചൻ അത് റെഡിയായിരുന്നു ഏത് തരത്തിലുള്ള പരിപാടികൾക്കും. ചാക്കോച്ചൻ്റെ ലുക്ക് മാറ്റണമായിരുന്നു. അങ്ങനെയുള്ള ഇതിലായിരുന്നു. അപ്പോൾ പിന്നെ എപ്പോഴും നമ്മൾ പുതിയ ആൾക്കാരെ കാസ്റ്റ് ചെയ്യുന്നത് തന്നെ ഫ്രഷ് ഫേസ് കാണണമെന്നുകൊണ്ടാണ് അല്ലേ. അപ്പോൾ എല്ലാ സിനിമകളിലും ഫ്രഷ് ഫേസ് മാത്രം വെച്ചിട്ട് പോകാൻ പറ്റില്ല. അത് കമേഴ്ഷ്യലായിട്ടുള്ള ഇതുകൂടി ഉണ്ടല്ലോ. അപ്പോൾ ഉള്ള ആക്ടേഴ്സിനെ തന്നെ ഫ്രഷായിട്ട് പ്രസൻറ്റ് ചെയ്യുക. അത് അപ്പിയറൻസിലായാലും ആക്ടിങ്ങിലായാലും അത് ചിലപ്പോൾ ഓഡിയൻസിന് കുറേ കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടിങ് പാറ്റേൺ അല്ല കാണുന്ന ഒരു ആക്ടറുടെ, പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്പിയറൻസ് അല്ല കാണുന്നത്. അപ്പോൾ അത് കുറേ കൂടെ ഒരു ചേഞ്ചായി തോന്നും ആൾക്കാർക്ക്. നമ്മൾ ഇത് രണ്ട് തരത്തിൽ വേണം. ഒന്ന് നമുക്കൊരു സമാധാനം വേണം. ചാക്കോച്ചൻ ഒരു കള്ളനാകുമ്പോൾ ഇത്രയും ഫെയർ ആയിരിക്കാൻ പാടില്ല എന്നാണല്ലോ നമ്മുടെ ധാരണ. അപ്പോൾ ആ ധാരണയൊക്കെ നമുക്ക് കുറച്ച് കീപ്പ് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ ചാക്കോച്ചനായിട്ട് വരുന്ന സിനിമകളിലൊക്കെ ചാക്കോച്ചൻ തന്നെ വരണമല്ലോ അല്ലേ. ഇത് വെളുത്ത കള്ളന്മാർ വേണം എന്നുള്ളത്. വെളുത്ത കള്ളന്മാർ വേണം. വെളുത്ത കള്ളന്മാരുണ്ടല്ലോ അതിനകത്ത്. മന്ത്രി MLA ഒക്കെ വെളുത്ത കള്ളന്മാരാണല്ലോ. ഈ മരണം പോലും എനിക്ക് തമാശയിലൂടെ പറയാൻ പറ്റൂ എന്നുള്ള ആ ഒരു അതാണോ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത്? അതാണ് ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത്. ഞാൻ അതിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നു. അത് അങ്ങനെ ലൈഫിനെ കാണുന്നു. ഞാൻ അങ്ങനെ ലൈഫിനെ കാണുന്നു. അത്രേ ഉള്ളൂ എനിക്ക് ഇതിനോടുള്ള സീരിയസ്നെസ്. എൻ്റെ സിനിമകൾ പോലെ തന്നെയാണ് എൻ്റെ ആലോചനകൾ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏത് സമയത്ത് നമ്മുടെ ഫ്രണ്ട് സർക്കിളിലാണ് പറയുന്നത്. ഏത് വിഷമിച്ചിരിക്കുന്നവനെ ഏത് സമയത്ത് എന്ത് ഹ്യൂമർ പറയുന്നു എന്നുള്ളതിന് യാതൊരു ലൈസൻസും ഇല്ലാത്ത, അതിന് പേടിയില്ലാത്ത, അതിൻ്റെ വരുംവരായികളെ കുറിച്ച് ആലോചിക്കാത്ത ഒരുത്തനാണ്. അപ്പോൾ ഇല്ലെങ്കിൽ പറയില്ലല്ലോ വേണ്ടവർ കണ്ടാൽ മതിയെന്ന്. 10 കോടി രൂപയുടെ പടം അത് ആ സമയത്ത് എന്ത് പറയണം തോന്നുന്നു അതാണ് ശരി എന്നുള്ള രീതിയിൽ പറയുന്ന ഒരുത്തനാണ്. അപ്പോൾ അതിൽ മിക്കവാറും റിഗ്രറ്റുകളും ഉണ്ടാവാറില്ല ആ ഒരു കാര്യങ്ങളിൽ. ഓക്കെയാണ്, ഫൈനാണ്.